ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തത് ലിനോവോ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡെൽ, HP, ഏസർ, തോഷിബ, അപ്പോൾ അത് റിലേറ്റഡ് വരുന്ന അതിൻ്റെ ബയോസിലേക്ക് എൻ്റർ ആകുന്ന കീസ് നമുക്ക് നോക്കണം. അതേമാതിരി തന്നെ ഡെൽ ഓർ HP ആൻഡ് തോഷിബ അതിൻ്റെ വോൾട്ടേജ്, അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ്, DC ജാക്കിൽ വരുന്ന വോൾട്ടേജ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ എത്ര വോൾട്ടേജ് ആണ് വരിക എന്നുള്ളത് നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടണം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി F12 ബൂട്ടബിൾ ആയിട്ട് വരാറുണ്ട്. F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പം F12 പ്രസ് ചെയ്താൽ തന്നെ ഈ ബൂട്ട് മെനു വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ പീസിലും വരണം എന്നില്ല, ലിനോവന്റെ എല്ലാ പീസിലും വരണം എന്നില്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് സെറ്റപ്പിൽ നമുക്ക് കാര്യങ്ങൾ നീക്കിയിട്ട് പോകാൻ കഴിയും. ഇനി നമുക്ക് ഡെല്ലിലാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇത് ഡെല്ലിലാണ് നമ്മൾ ബൂട്ടബിൾ നോക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, ഡെല്ലിൽ നമുക്ക് ബയോസിൽ കയറണം എന്നുണ്ടെങ്കിൽ F2 ആണ് നമുക്ക് ബയോസിൽ കയറാനുള്ള. അതേമാതിരി തന്നെ ബൂട്ടബിൾ ആണെങ്കിൽ F12 ആണ്. F12 ബൂട്ടബിൾ ബൂട്ട് മെനു കിട്ടാന്. അതേമാതിരി തന്നെ ബയോസിൽ കയറുന്നുണ്ടെങ്കിൽ F2 ആണ് നമുക്ക് വേണ്ടത്. ഇനി തോഷിബ ആണെന്നുണ്ടെങ്കിലും എസ്റ്റിമേറ്റ് ഈ ഒരു സെയിം തന്നെയാണ്. ഏസർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സെയിം തന്നെ വരിക. ഓക്കെ, കോമൺലി ലിനോവോക്ക് നമ്മൾ പറഞ്ഞു റിക്കവറി കീ ഉണ്ട്, അതിനെ കൂടാതെ F2 ഉണ്ട്, പിന്നെ FN ഫംഗ്ഷൻ ബട്ടൺ, ഫംഗ്ഷന് പിന്നെ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കയറി പോവുകയും ചെയ്യാം. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് നോക്കിയിട്ട് പോവാം. അതേമാതിരി തന്നെ ഈ പവർ ബട്ടണ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെല്ലിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരിയാണ് ഉണ്ടാവുക, ഇതിന്റെ കണക്ടർ ഉണ്ടാവുക. ഈ ഡെല്ലിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ കാണുന്ന ഈ ഒരു സ്റ്റീലിന്റെ കോട്ടിങ് അതിനെ GND ഗ്രൗണ്ട് ആണ് ഉണ്ടാവുക. ഇതിന്റെ ഉൾഭാഗത്ത് കാണുന്നത് 19 വോൾട്ടേജ് സപ്ലൈ ആണ് കാരണം, പോസിറ്റീവ് സപ്ലൈ ആണ് കാരണം. ഇതിന്റെ സെൻട്രൽ കാണുന്നുണ്ട്, ഈ സെൻട്രൽ കാണുന്നതായിരിക്കും ID. ഇത് HP IDയിൽ സപ്ലൈ എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് സപ്ലൈ എസ്റ്റിമേറ്റ് 10 to 18 റേഞ്ചിലാണ് കാരണം ഉണ്ടാവുക. ഓക്കെ, ഇനി ഇത് ഡെല്ലിലാണെന്നുണ്ടെങ്കിലോ ഇതേമാതിരി തന്നെ എക്സാമ്പിൾ ഇവിടെ വരയ്ക്കുന്നതാണ്. ഡെല്ലാണ്, ഡെല്ലിന്റെ കണക്ടർ ഇവിടെ കാണുന്നുണ്ട്. ഈ ഡെല്ലിന്റെ കണക്ടർ ഇവിടെ കാണുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണുന്നത് ഇവിടെ കാണുന്നത് GND ആണ്, ഗ്രൗണ്ട് ആണ്. ഇവിടെ ഇതിന്റെ ഉൾഭാഗത്ത് സ്റ്റീലിന്റെ കോട്ടിങ് കാണുന്നത് 19 വോൾട്ടേജ് ആണ്. ഇതിന്റെ സെൻട്രൽ കാണുന്നത് ID ഉണ്ടാവുക, ID ഉണ്ടത്. അപ്പൊ ഇതിൽ പോസിറ്റീവ്, ഇതിൽ IDയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഉണ്ടെങ്കിൽ 0 വോൾട്ടേജ് ആക്കാരം, അഥവാ വോൾട്ടേജ് ഉണ്ടാവില്ല, 0 വോൾട്ടേജ് ആക്കാരം ഉണ്ടാവുക. ഈ അഡാപ്റ്റർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ നമ്മൾ ലാപ്ടോപ്പ്, ഡെല്ലിന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ID കിട്ടുന്ന വോൾട്ടേജ്, അഡാപ്റ്റർ ഇൻസെർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കിട്ടുക 0 വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു. അഡാപ്റ്റർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് IDയിൽ കിട്ടേണ്ടത് 3.3 ആണ് കിട്ടേണ്ടത്. ഇവിടെ HP കാണുന്നുണ്ട്, HPയിൽ IDയിൽ കിട്ടേണ്ട വോൾട്ടേജ് കാണുന്നത് 10 to 18 ആണ് കാണുന്നത്. ഇതിൽ അഡാപ്റ്റർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്ററിന്റെ വോൾട്ടേജ് 0.75, അതല്ല എന്നുണ്ടെങ്കിൽ 2.5 വോൾട്ടേജ്. ഡിപ്പെൻഡ് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും, മീൻസ് ലാപ്ടോപ്പിനനുസരിച്ചിരിക്കും. അപ്പൊ ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് വോൾട്ടേജ് ഉണ്ടാവുക. ഇനി നമുക്ക് ഏസർ ഇവിടെ എക്സാമ്പിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഏസറിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കോമൺലി ഇത് ഫുള്ളായിട്ട് തന്നെ ഗ്രൗണ്ടാണ് ഉണ്ടാവുക. ഇത് ഫുള്ളി ഈ പിന്ന് കാണുന്ന ഹോൾസ് കാണുന്നത് ഇവിടെ സപ്ലൈ ആണ് കാരണം ഉണ്ടാവുക. തോഷിബ ആണെങ്കിലും ഇതേ സെറ്റപ്പ് തന്നെ ഉണ്ടാവില്ല. തോഷിബ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സെറ്റപ്പിലാണ് വരിക. പിന്നെ കോമൺലി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ലാപ്ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ മൾട്ടിമീറ്റർ വെച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഡെല്ലും ഈ HPയും ഈ ലിനോവോക്കാണ് ID കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ലിനോവോക്ക് വരുന്നത് എങ്ങനെ വെച്ചാൽ സപ്ലൈ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.3 ആണ് കാരണം ID വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മൾട്ടിമീറ്റർ എടുത്തിട്ട് സാധനം മെഷർമെന്റ് ചെയ്തോളണം. സിസ്റ്റത്തിന്റെ അഡാപ്റ്റർ കൊടുക്കുന്നതിന്റെ അഡാപ്റ്റർ ഇൻസെർട്ട് ചെയ്യുന്ന മുന്നത്തെ അളവ് കൊടുക്കണം. അതേമാതിരി തന്നെ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാപ്റ്ററിന്റെ IDയിൽ എത്ര വോൾട്ടേജാണ് വരുന്നുള്ളത് നിങ്ങൾക്ക് മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഏതൊരു ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞാലും സിസ്റ്റത്തിന് നോർമൽ ബൂട്ടിംഗ് ഉണ്ട്, അതേമാതിരി തന്നെ ബൂട്ട് അഥവാ ബയോസിന്റെ സെറ്റപ്പ് ഏത് ലാപ്ടോപ്പിലും കിട്ടണം. ഇത് ഇനി കിട്ടേണ്ടത് ബൂട്ട് മെനു എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞു സിസ്റ്റത്തെ ബൂട്ട് ചെയ്യിപ്പിക്കേണ്ട പ്രോസസ്സിങ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കീ ആണ്. ആ കീ ഡിഫറെന്റ് ആയിരിക്കും അധികം എല്ലാത്തിനും. അപ്പൊ ആ ഡിഫറെന്റ് കീ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട് മെനു വരുന്നത്. സിസ്റ്റത്തിന്റെ റിക്കവറി ആണ്. സിസ്റ്റത്തിന്റെ റിക്കവറി HPക്ക് ലിനോവോക്ക് ചിലപ്പോൾ മേ ബി ഈ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് കീയാ വേണ്ടെന്നുള്ള. അപ്പൊ അത് വെച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റും. നോർമല് ലിനക്സിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ഈ വിൻഡോ തന്നെ വരും ഫുള്ളായിട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റിക്കവറിന്റെ ഓപ്ഷൻ വരും.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലിനോവന്റെ ഒരു ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് സൈഡ്, അതിന്റെ ബാക്ക് സൈഡ്, എ പാർട്ട് ഇതാണ്. ഇതിന്റെ ഉൾഭാഗത്ത് കിടക്കുന്ന LCD ചാരിക്കുന്ന ഫ്രെയിം B പാർട്ടാണ്. ഇതിന്റെ ഈ കീബോർഡ് വെക്കുന്ന ഈ പാർട്ട് നമ്മൾ C പാർട്ട് എന്ന് വിളിക്കും. ഇതിന്റെ ബോട്ടം സൈഡിനെ D പാർട്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് സാധനങ്ങൾ നമുക്ക് ഒരു കവർ ചെയ്ത രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ലാപ്ടോപ്പും കോമൺലി ഇതേമായി തന്നെ ഉണ്ടാവില്ല, ചെറിയ ചെറിയ ഡിഫറൻറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് ചെറിയ മാറ്റം. ഈ റിക്കവറി കീ വേറെ ഒരു ലാപ്ടോപ്പിൽ ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്. റിക്കവറി കീ യൂസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കംപ്ലൈൻസ് ആണ് വരുന്നതിനും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു എങ്ങനെയാ വെച്ചാൽ ലിനോവയാണ്. ഇത് ലിനോവന്റെ ആണ് ലാപ്ടോപ്പ് വരുന്നത്. അപ്പൊ ലിനോവന്റെ ഇതിന്റെ ബാക്ക് സൈഡ് വെക്കുന്നത് എ പാർട്ട്, ഇതിന്റെ ബാക്ക് സൈഡ് ഈ ഫ്രെയിം കാണുന്നത് ഡിസ്പ്ലേ കാണുന്ന B പാർട്ട്, ഇത് C പാർട്ട്, ഇതിന്റെ അടിഭാഗത്ത് കാണുന്നത് D പാർട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കാണുന്നത് D പാർട്ടാണ് കോമൺലി നമുക്ക് ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എങ്ങനെ വെച്ചാൽ ഹോൾസ് ഉണ്ടാവും അറിയില്ലേ, സിം എജക്റ്റ് ആകുന്ന ആ പിന്ന് ഉണ്ടാവും. ആ പിന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിലാണ് ആർക്ക് റിക്കവറി കീ ഉള്ളത്. ഈ റിക്കവറിന്റെ കീ ഉള്ളത് ഇതിന്റെ അകത്താണുള്ളത്. റിക്കവറി കീ ഇതിന്റെ അകത്താണുള്ളത്. ഇതേമാതിരിയാണ് കാരണം അതിന്റെ ആരോ കാണാം. അപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഒരു ആരോ ഇവിടെ കാണുന്നുണ്ട്. ഇതേമാതിരി ഒരു ആരോ ഇയർഫോണിന്റെ ഒരു ചെറിയ ഒരു ആരോ മാതിരി ആയിരിക്കും ഇവിടെ കാണിക്കുക. ഇവിടെ കാണുന്നത് ഹെഡ്ഫോൺ ആണ്. ഹെഡ്ഫോണ് ശരിക്കും കാണുന്നതാണ്. ഇത് നമ്മളെ മെമ്മറി കാർഡ് റീഡ് ചെയ്യുന്നതാണ്. ഇത് USB ആണ്. ഇത് നമ്മളെ അഡാപ്റ്ററിന്റെ USB ടൈപ്പ് അഡാപ്റ്റർ ആണ് ലിനോവന്റെ. അപ്പൊ ഇതിൽ ലിനോവയിൽ കോമൺലി 20 വോൾട്ടേജ് ആണ് നമുക്ക് കോമൺലി നമുക്ക് കിട്ടുക. അപ്പോൾ ലിനോവനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമന്റ് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് സിസ്റ്റത്തിലേക്ക് ഇത് ഇട്ടിട്ട് എന്ത് ചെയ്യണം, സിസ്റ്റം ബൂട്ട് ചെയ്യേണ്ട പ്രോസസ്സിംഗ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, സിസ്റ്റത്തിലേക്ക് ബൂട്ട് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് പെൻഡ്രൈവ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്, ബൂട്ടബിൾ പെൻഡ്രൈവ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പോവാം. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.